വല്ലാത്ത മഴയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രഭാതം തുടങ്ങിയിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, തണുപ്പ് മാത്രമേ ഉള്ളൂ, ചെറിയ കോടയും. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട്. ആരും അങ്ങ് പൂർണ്ണമായിട്ടും മാറിയെന്നോ സൂര്യൻ അങ്ങ് ഉദിച്ച് നന്നായിട്ട് വെയിൽ വന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഒരു ചെറിയ ശമനമുണ്ട്, നമുക്ക് ചെറിയൊരു തെളിവൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പെരയൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ. കുറേ ദിവസമായി ഞാൻ പെരയൊക്കെ ഒന്ന് തുടച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ടൈലിൽ ഇങ്ങനെ ഒരു ഈർപ്പമയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം കൂടെ കോരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് കൂടി നമുക്ക് കാല് വെക്കുമ്പോൾ കാലിന് വേറെ, പിന്നെ പിള്ളേർക്ക് നമ്മുടെ ഈർപ്പൊക്കെ അടിച്ചിട്ട് ഓരോരോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തൂക്കാതെ തുടയ്ക്കാതൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് പതുക്കെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കാപ്പിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരു കലം നിറച്ച് മാവുണ്ട്. ഇത്രയൊന്നും നമ്മൾ കഴിക്കത്തില്ല, ഞാനും ഏട്ടയും കൂടി പോയി 4 കഴിക്കും, 4 വീതം. പിള്ളേർ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ 1 2 കഴിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കോ 4 മണിക്കൊക്കെ ഓരോന്ന് ചോദിച്ച് വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കലം മാവുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. ചുട്ടിട്ട് ബാക്കിയുള്ളത് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നാളത്തേന് എടുക്കാമല്ലോ. അപ്പോൾ നാളെ വല്ല മസാല ദോശയോ അല്ലെങ്കിൽ ദോശയൊക്കെ ആക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളമൊക്കെ വെച്ച് ആവി കയറ്റി തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ തട്ട് വീതം വെച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് അടുത്ത് വെച്ച് നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ മറ്റേതാവുമ്പോഴത്തേക്കിനും പുറത്തെടുത്ത് വെച്ചേക്കുന്ന ഒന്ന് തണുക്കും. അപ്പം നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ അകത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുക്കുകയാണെങ്കിൽ അങ്ങനെ പാത്രത്തിലൊന്നും ഒട്ടാതെ നല്ല സൂപ്പറായിട്ട് വിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് കൂട്ടത്തിൽ കഴിക്കാൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞ് മടുത്ത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ റെസിപ്പി ഒന്നും പറയുന്നില്ല. നമ്മുടെ ചാനലിൽ തന്നെ കുറേ കാണും കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരാൾ വാഴയ്ക്ക പൊതേൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് വാഴയ്ക്ക പൊതയൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പൂർണ്ണമായിട്ട് എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മുടെ ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ആ കട്ടൻ ചായയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് തന്നെ ഏട്ടയ്ക്ക് കൊടുക്കുകയാണ്. രാവിലെ ചെറിയ എന്തോ പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. 2 ദിവസമായിട്ട് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചെറിയൊരു ഓട്ടം കിട്ടിയപ്പോഴത്തേക്കിന് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കാപ്പി കുടിച്ചിറങ്ങുകയാണ്. ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞ ഓട്ടമാണ്, അതുകൊണ്ട് ഷഡ് പൂക്കുന്ന കുളിച്ച് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള ധൃതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചായയൊക്കെ ഒന്ന് ആറ്റി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിക്കാതെ പോയി കളയും. ഇപ്പം തന്നെ കോളൊക്കെ വരുന്നുണ്ട്, അപ്പം ഫോണും പിടിച്ചോട്ടിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ അവിടെ കാവലിൽ നിന്ന് തീറ്റിക്കുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആൾ പതുക്കെ പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. മിക്കും കുഞ്ഞാപ്പിക്കും പിന്നെ ഞാൻ ചുടുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇഡ്ഡലി പ്ലേറ്റിലാക്കി കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഇവിടെ നിന്ന് TV ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ചില സമയത്ത് ഞങ്ങളങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊന്നും അല്ല ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചില സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ. അങ്ങനത്തെ ആ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചായ കുടിക്കാതെ വിട്ടടിച്ച് പോവുകയാണ്. സമയമില്ലെന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുത്താണ് ഒറ്റവയ്ക്ക് ഒരു സിപ്പ് എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടനെയും പതുക്കെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തണം, ആളൊന്ന് സംസാരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടയും കൂടി ഇനി വീഡിയോയിലൊക്കെ ഒന്ന് തല കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ മുഖം ക്യാമറയിൽ നോക്കുമ്പോഴത്തേക്കിനും എന്താ എപ്പോഴും ഒരു ദേഷ്യമുള്ള പോലെ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ശരിയാകത്തില്ല. പിന്നെ ക്യാമറ കോൺഷ്യസ് ആണ് കേട്ടോ. ആളിങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വർത്തമാനമൊക്കെ പറയാൻ ഭയങ്കര മടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടയിലങ്ങനെ വീഡിയോയിൽ അങ്ങനെ വരാത്തത് കേട്ടോ. പണ്ടത്തെ ഒരു ടിക്ടോക്ക് ഉണ്ടായിരുന്നു, അത് പിന്നെ ബാനായി പോയത് നന്നായി. അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് വന്ന് എല്ലാവരും കളിയാക്കുമായിരുന്നു. അതിൽ പിന്നെ ആളിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നൊരു പരിപാടിക്കും വരത്തില്ല കേട്ടോ. ആൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ മടിയാണെന്ന് പോലെ തന്നെ ആൾക്ക് ക്യാമറയുടെ ഒരു പരിപാടി അറിയത്തില്ല, ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ. പണ്ട് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് ട്രൈപോഡൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തരാമോ, ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ എടുക്കും. പക്ഷേ ഉണ്ടല്ലോ അവിടെ എവിടെയും ഒരു ഫോക്കസ്ഡ് അല്ലാത്ത രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി വലിയ ധാരണയില്ല, ആൾക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ എന്നോട് അങ്ങനെ ഒന്നും ചെയ്യരുത്, അങ്ങനെ എടുക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുതന്നെ ഒരു വലിയ ഭാഗ്യം. നമുക്ക് എന്ത് വേണമെങ്കിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
അപ്പോൾ ദാ നമ്മൾ ഇഡ്ഡലിയും ചുട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായയൊക്കെ ഇട്ട് രാവിലെ കാപ്പി അങ്ങ് കുടിച്ചു കേട്ടോ. അപ്പോൾ പയറിൻ്റെ രാവിലത്തെ കത്തലങ്ങ് നിന്ന് പിന്നെ മീതി വന്നിട്ടുള്ള മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 ദിവസത്തേനും കൂടെ കൂട്ടി ഒരുമിച്ച് അരച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. നമുക്ക് ഒരു ദിവസം കുതിർത്ത് പിന്നെ അരയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ മാവെടുത്ത് വെച്ച് ഇനി നാളെ നമുക്ക് ദോശ ആക്കാം കേട്ടോ. ഇന്ന് ഇഡ്ഡലി അല്ലായിരുന്നു, അപ്പോൾ നാളെ നമുക്ക് ദോശ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അരി അടുപ്പയിൽ ഇടുക എന്നുള്ളതാണ്. ചോറായി കഴിഞ്ഞാൽ പിന്നെ കറി ഇച്ചിരി പതുക്കെ ആക്കിയാലും മതിയല്ലോ. അങ്ങനെ ദാ അരി എന്നത്തെയും പോലെ കഴുകി അടുപ്പയിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പറ്റത്തില്ല, കാരണം ഇന്ന് വലിയ കലത്തിലാണ് ചോറിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ 2 നേരത്തേനും കൂടെ ഉള്ള ഒരുമിച്ച് അങ്ങിട്ടേക്കാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് അടുക്കളയിൽ പണിതുകൊണ്ട് നിൽക്കാൻ മടി. പിന്നെ ആ ഒപ്പം തന്നെ രാവിലെ തന്നെ കുടിവെള്ളം അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പതുക്കെ അത് അവിടെ നിന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് തിളച്ച് കഴിഞ്ഞാൽ അത് മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മഴയൊക്കെ തോന്നുന്ന സ്ഥിതിക്ക് മിറ്റം അടിച്ചേക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം മിറ്റം അടിക്കാനാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള ആനിവളയെല്ലാം കൂടെ വീണിട്ട് ഇങ്ങനെ അടപ്പരുവത്തിയിരിക്കുകയാണ്. റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ കുത്തിയിളക്കി മടുക്കും കേട്ടോ. പിന്നെ ഭാഗ്യത്തിന് കുറച്ച് മിറ്റുള്ളൂ, അത് തന്നെ ഒരു സമാധാനം കേട്ടോ. പക്ഷേ വീടിൻ്റെ മിറ്റത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു ആനിമരമാണ്. ആ നിറച്ചും കായുണ്ട്, പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. അങ്ങ് ആകാശത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് മിറ്റം മുഴുവൻ ഇങ്ങനെ അടപ്പരുവത്തി ഇരിക്കും കേട്ടോ. മിറ്റടിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാലും ഇത് മിറ്റത്തിൻ്റെ അവസ്ഥ വളരെ ശോകമാണ് കേട്ടോ. പിന്നെ മഴയാണെങ്കിൽ കുത്തി ഒലിച്ചങ്ങ് ഒഴുകി എല്ലാം ക്ലിയറായിട്ട് പൊക്കോളും. അങ്ങനെ ഇതാ മുറ്റെല്ലാം അടിച്ചിട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വാഴയ്ക്ക പൊതയും വെക്കണം. കുറച്ച് വൻപയർ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിത് ഇന്നലെ എന്തോ തപ്പിച്ചെന്നപ്പോൾ ഒരു കുഞ്ഞു കൂടിനകത്ത് കുറച്ചിരുന്നാണ്. അപ്പം ഞാൻ വിചാരിച്ച് അതുകൂടെ ഈ കൂടത്തിൽ അങ്ങിടാം. ഒറ്റയ്ക്ക് കറി വെക്കാനുള്ളതില്ല. അപ്പം വാഴയ്ക്കയും പയറൂടെ പൊതയും വെക്കാം. പിന്നെ ഒരു പാവയ്ക്ക ഇരിപ്പുണ്ട്, അപ്പോൾ അത് തോരനും വെക്കാം. പിന്നെ മിനിഞ്ഞാന്ന് കുറച്ച് പൊടിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വറക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറേ നാളായി പൊടിമീൻ കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വറക്കാം. അപ്പം ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകും പിന്നെ നമ്മുടെ പൊതയിന് വേണ്ടിയിട്ടുള്ള സാധനം എല്ലാം അടുപ്പിച്ച് വെച്ച് അതിൽ നിന്ന് പൊതയിന് വേണ്ടിയിട്ടുള്ള മുളകും ഉള്ളിയും തേങ്ങയും മഞ്ഞളും എടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒതുക്കി എന്ന് പറയത്തില്ല, കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വൻപയർ കഴുകിയെടുത്തു. അതിലേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊതയൻ എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പൊതയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാറുകറി, നമ്മുടെ ഒഴിച്ചു കൂട്ടാനുള്ള കറിയല്ല, പിന്നെ തോരനുമല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറുകം പരുവത്തിൽ നിൽക്കുന്നതാണ് നമ്മുടെ പൊതയൻ കേട്ടോ. ഇങ്ങനെ പയറും വാഴയ്ക്കൊക്കെ അല്ലാതെ പണ്ട് വീട്ടിലിങ്ങനെ കഞ്ഞിയുടെ കൊടുത്തി മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കാച്ചിലും ചേനയും ചേമ്പും പയറും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പൊതയും വെക്കുമായിരുന്നു കേട്ടോ. ഒരു കുറുകനെ ഇങ്ങനെ കുഴമ്പ് ഒരു തിരിക്കും. പിന്നെ അതിൻ്റെ കൂടത്തിൽ ഒരു പപ്പടം അച്ചാറും ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. എൻ്റെയൊക്കെ കൊച്ചിലെ മിക്കപ്പോഴും മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊതയും കാണും കേട്ടോ. പൊതയിനും അച്ചാറും പപ്പടമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പൊതയിന് വേണ്ടിയിട്ടുള്ള വാഴയ്ക്കയും പയറോടെ അടുപ്പിൽ വെച്ച് ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തുറന്നിട്ടുണ്ട്. പിന്നെ അതൊരു ചട്ടിയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഉടച്ചുടച്ച് കുഴഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ കുക്കറിൽ അടിക്കുന്ന കാരണം നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പൊട്ടിക്കിട്ടുമല്ലോ. അല്ലാണ്ട് നമ്മൾ വേവിക്കുകയാണെങ്കിൽ ശരിക്കൊന്ന് ഉടച്ചൊന്ന് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ തോരനാക്കി വേണമെങ്കിൽ എടുക്കാം. ഈ അരപ്പങ്ങ് ചേർത്ത് ഇളക്കി ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ആവശ്യാനുസരണം. ഇപ്പോൾ ഇത് മൺചട്ടിയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ മൺചട്ടി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കിനും അതിൽ നിന്ന് കുറച്ച് ജലാംശം വലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കണ്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ അരപ്പൊക്കെ പിടിച്ച് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കിനും ഉപ്പ് കുറച്ചുകൂടെ ആവാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളുപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊതയനും ചാറുകറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാറ് കറിക്കകത്ത് നമ്മൾ ജീരകം അരച്ച് ചേർക്കും. ഇതിനകത്ത് ജീരകം ചേർക്കത്തില്ല കേട്ടോ. നമ്മൾ തോരൻ ലൂസാക്കി എടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതയൻ്റെ പാകം. ഒരു മെഴുക് പരുവത്തിയിരിക്കണം, നന്നായിട്ട് വെന്ത് പൊട്ടി വരണം. എന്ത് കറിയും നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്താലാണ് അതിൻ്റെ ഒരു രുചി കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ ചേർക്കുന്നതിലാണ് ബാക്കി അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ
ദാ നമ്മുടെ പൊതയൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം തണുത്ത് വരുമ്പോഴത്തേക്കിനും ഒന്ന് കുറുകി ഇരിക്കും കേട്ടോ. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തെ പാകം നോക്കി നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതാട്ട പോലെ ഇരിക്കും. അപ്പോഴും നല്ല കൊഴുമ്പ് ഉരുവത്തി ഇരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം എന്നത്തെയും പോലെ നമ്മൾ കടുക് താളിച്ച് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കുഞ്ഞൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. വേപ്പിലില്ലാത്തതുകൊണ്ട് ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പൊതയൻ റെഡി. അപ്പം നമ്മുടെ പൊതയൻ്റെ റെസിപ്പി ആയിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ റെസിപ്പി ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മീൻ വെട്ടുന്നുണ്ട്. അത് നമുക്കിതുപോലെ എണ്ണയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതയൻ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെയാണ് നന്നായിട്ടിങ്ങനെ നമുക്ക് കുഴച്ച് കഴിക്കാം. പിന്നെ നമുക്കിങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, നമ്മുടെ പൊതയൻ കറിയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ കറി റെഡിയായി. നമ്മൾ ഇനി പാവയ്ക്ക് തോരൻ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയൊക്കെ നേരത്തെ നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇഞ്ചി അരിയും, പിന്നെ മുളക്, പിന്നെ ഉള്ളി, ഏറ്റവും ഒടുവിലാണ് പാവയ്ക്ക് അരിയുന്നത്. പാവയ്ക്ക് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ചട്ട് പൂക്കുന്നത് നമ്മൾ തീയെ കയറ്റണം, അല്ലെങ്കിൽ പാവയ്ക്ക് ഇരുന്ന് കയ്പ്പിറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പാവയ്ക്ക. എത്ര കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിലും നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കയ്പ്പ് കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാക്കിയെടുക്കാം. പിന്നെ പാവയ്ക്കൊക്കെ എന്തായാലും ഒരു കയ്പ്പുണ്ടായിരിക്കും. അത് ഒരു നേരത്തെ കയ്പ്പാണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് ആയിരിക്കും. വായി വെച്ചാൽ കഴിക്കാൻ പറ്റാത്ത കയ്പ്പാണെങ്കിൽ നമുക്ക് കറിയേ കൊള്ളത്തില്ലല്ലോ. അങ്ങനെ കയ്പ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തേങ്ങ ചിരകി എടുത്ത് മാറ്റി വെക്കും. പിന്നെ നമ്മൾ കറിക്ക് അരിയുമ്പോഴത്തേക്കിനും മുളകും ഉള്ളിയും ഇഞ്ചിയും ആദ്യം അരിയും. പിന്നെ ഇങ്ങനെ പാവയ്ക്ക കൊത്തി അരിഞ്ഞിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അരിഞ്ഞതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ മുളകിൻ്റെയും ഇഞ്ചിയുടെയും ഇതൊക്കെ ആ അരിഞ്ഞ് വെച്ചേക്കുന്നതിനകത്തേക്ക് പിടിച്ച് കയ്പ്പ് കുറച്ചൊന്ന് പെട്ടെന്ന് കയ്പ്പാകാതെ ഇരിക്കും. പിന്നെ പെട്ടെന്ന് അരിഞ്ഞെടുത്ത ഉടനെ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ച് അടുപ്പേ കയറ്റിയാൽ മതിയല്ലോ. അപ്പം പിന്നെ പാവയ്ക്ക നമ്മൾ ഒത്തിരി നേരെ വിട്ടിങ്ങനെ ഇളക്കി വെച്ചുകൊണ്ടിരിക്കുക. അത് ഒരൊറ്റ തീയിൽ പാവയ്ക്ക വെന്താൽ പാവയ്ക്കയുടെ കയ്പ്പും കുറയും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പാവയ്ക്കയൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ കറി വെക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ച്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങായും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, നമ്മൾ ചട്ടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കുക, ഒറ്റ തീയിൽ വെന്തെടുക്കുക കേട്ടോ. അങ്ങനെ കിള്ളി ഒത്തിരി ചിക്കി ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് യോജിപ്പിച്ച് ഇതുകൊണ്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നു. ആവിയിലങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് തോരൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലൊന്നും വേവിക്കേണ്ട ഒരാവശ്യമില്ല. നന്നായിട്ട് ചിക്കി ഇളക്കിയെടുത്താൽ നമ്മുടെ തോരൻ റെഡി. അപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. കയ്പ്പും കുറവാണ്, നല്ല സൂപ്പർ തോരനാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കാത്തോരൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ പൊടിമീൻ അല്ലെങ്കിൽ മീൻകറി ഒക്കെ കേട്ടോ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിലും നല്ല മാച്ചാണ്, എന്നാലും പൊടിമീനും പാവയ്ക്കാത്തോരനും പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചോറിനകത്ത് നല്ല ചൂട് കുത്തിരി ചോറിനകത്ത് പാവയ്ക്കയും പൊടിമീനും ഒക്കെ കൂട്ടി കുഴച്ചങ്ങ് കഴിച്ചാൽ സൂപ്പറായിട്ടാണ് കേട്ടോ. കുറേ നാളായിരുന്നു കേട്ടോ പൊടിമീൻ കൂട്ടിയിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ മുള്ളനില്ലേ, മുള്ളൻ വാങ്ങാനാണ് പറഞ്ഞു വിട്ടത്, മുള്ളൻ കുറിച്ചി. പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പകരം കിട്ടിയത് ഈ മീനാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് വെട്ടാനും ഒക്കെ എളുപ്പമുണ്ട്. പിന്നെ വലിയ മുള്ളില്ല കേട്ടോ. ചില മീനിന് ഭയങ്കര മുള്ളാണ്, വെട്ടാൻ ഭയങ്കര പാടാണ്. ഇത് പക്ഷേ വെട്ടാനും എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് വലിയ എണ്ണ ചിലവാകാതെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞും കിട്ടിക്കോളും. അങ്ങനെ ഇത് ആ മീനൊക്കെ നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്ത് പോലെയല്ല, കുറച്ച് നേരം എടുത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. കാരണം ഈ ടി വിയിൽ അതിലൊക്കെ കാണാമല്ലോ, പൊടിമീനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇങ്ങനെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി പൊടിമീൻ വറക്കാനായിട്ട് പോവാണ്. നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, കാരണം ഇതിന് കട്ടി കുറവായതുകൊണ്ട് ഉള്ള എണ്ണയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി, പെട്ടെന്ന് ഇങ്ങനെ പൊള്ളച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് വേറെ വെട്ടി വറക്കേണ്ടതായിട്ട് വരും തോന്നും. മീനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോറുണ്ണാനും ഇഷ്ടമാണ്. പിന്നെ മീൻ പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മീനെല്ലാം പരക്കിയിട്ട് കൊടുത്തു. ഒരു 2 മിനിറ്റ് ഒരു സൈഡ് വേവിച്ച് അതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് മൊരിച്ചിങ്ങനെ വിറകുള്ളി പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ വറുത്തതിൻ്റെ ടേസ്റ്റ് നമുക്ക് പിടികിട്ടത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ.
എന്ന് പറഞ്ഞാൽ വേഗാത്ത അവസ്ഥയൊന്നുമല്ല, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് തൂളി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കത്തി വെച്ച് എന്താണ് ഇളക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ, വേറെ ഒന്നുമല്ല, എനിക്ക് സ്പൂൺ എടുക്കുക ഇനി അപ്പുറം പോകാൻ മടിയായതുകൊണ്ടാണ്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളിനി അടുത്ത പരിപാടിക്ക് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ കുറച്ച് തെളിവൊക്കെ ഉണ്ട്, ആ സമയത്തൊന്ന് തുടച്ചിട്ടേക്കാമെന്ന് വിചാരിച്ച്. തുടച്ചാൽ നമുക്ക് ഉണങ്ങാൻ സാധ്യത കുറവാണ്, തെളിവുണ്ടെന്ന് പറഞ്ഞാലും വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാനൊന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ടൊന്ന് തൂത്തും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു ഈർപ്പുണ്ടെങ്കിലും പിള്ളേരൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോഴത്തേക്കിനും എടുത്തടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഒരു ഭാഗം തുടച്ചിട്ട് അപ്പുറത്തെ ഭാഗത്ത് തുടയ്ക്കാൻ എത്തുമ്പോഴത്തേക്കിനും അത് ഉണങ്ങി നല്ല പരിപ്പൊട്ട പോലെ കിടക്കും കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തുടച്ചാലും വലിയൊരു ഈർപ്പമയമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നത്തേം പോലെ നമ്മുടെ പുൽത്തൈലൊക്കെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി, അതിന് ശേഷം നമ്മുടെ ഹാള്, പിന്നെ നമ്മുടെ കിച്ചണ്, എത്രയും പരിപാടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ തുണിയൊന്നും അലക്കാൻ നിൽക്കുന്നില്ല, കാരണം അലക്കിയ തുണി തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. നനഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ചാത്തി കിടക്കുന്നത് ഒന്ന് വെള്ളമാണ് വീഴുമ്പോഴത്തേക്കിനും എടുത്ത് അകത്തോട്ടിടും. എന്നാലും ഉണങ്ങിയെടുക്കാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ദിവസം മുന്നേ വിരിച്ചിട്ട തുണിയൊക്കെ ഇപ്പോഴും വാടിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുണിയുടെ കാര്യം ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ പഞ്ഞൊക്കെ നന്നായിട്ട് തീർന്ന് ഇഷ്ടംപോലെ വെള്ളമാണ്. ഇപ്പം എവിടെ തിരിഞ്ഞാലും വെള്ളമയമാണ് കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞാൻ നമ്മുടെ ഓലിക്കലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഓലിയൊക്കെ തേവി അവത്തിന്ന് ഓസൊക്കെ ഇട്ടിട്ടുണ്ട് താഴത്തെ വീട്ടുകാർ. അപ്പം ഓലിയൊക്കെ നിറഞ്ഞ് തുളുമ്പി ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, കാരണം കൊതുക് നമ്മളെ കൊത്തിക്കൊണ്ട് പറക്കും, ആ സാഹചര്യമാണ്. പിന്നെ നമ്മൾ വെള്ളം ഇഷ്ടം പോലെയുള്ള സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് അവിടെ പോയി അലക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ അലക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഓലിക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ താഴോട്ടൊക്കെ ഓസിട്ടിട്ടുണ്ട് കേട്ടോ. അവർ നല്ല വെള്ളമായിരിക്കും, അത് കുടിക്കാനൊക്കെ കൊള്ളുന്നതാണ്, കാരണം ഉറവയാണ് അതിനകത്ത് മൊത്തം കേട്ടോ. നല്ല അരിച്ചിറങ്ങി വരുന്ന വെള്ളമാണ്. അങ്ങനെ ആ പെരയൊക്കെ തൂത്തു തുടച്ചു. അതിന് ശേഷം തിണ്ണയിലോട്ട് ഇറങ്ങി തിണ്ണയൊന്ന് അടിച്ചു. പിന്നെ അവിടെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൈക്കില പോലത്തെ ഒരു തുണിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് തുടച്ചെടുത്ത് ഉണക്കി അപ്പം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശം കഴിഞ്ഞ്. പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിനി ബാത്റൂമും എല്ലാം ഒന്ന് കഴുകണമെന്നുണ്ട്. അപ്പം പിന്നെ ഫാനൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് അധിക സമയം കളയാതെ തന്നെ കേട്ടോ. മഴയാണെങ്കിൽ പിന്നെ മൊത്തത്തിലൊരു ഈർച്ച പോലാണ്, വെയിലാണെങ്കിൽ പിന്നെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും ഇങ്ങനെ കിടന്നോളൂ കേട്ടോ. 2-3 ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്കിനും ഒന്ന് അടിക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. ഇപ്പം മഴയായതുകൊണ്ട് എന്നും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്, കാരണം ഈർപ്പൊക്കെ കാണും. പിന്നെ ഊത്താനൊക്കെ അടിച്ച് തിന്നൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കായിരിക്കും. ഇപ്പം എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് പണി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എന്നാൽ കുളിക്കാൻ പതുക്കെ കയറിയേക്കാന്ന് ഓർത്തപ്പോഴത്തേക്കിന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കരിമീനൊക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. പിന്നെ അത് വെട്ടിയാണ് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് മീൻ വെട്ടുന്ന വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ. നന്നായിട്ട് വെട്ടി ക്ലീനാക്കിയാണ് കിട്ടിയത്. എന്നാലും എനിക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വാലും ഇതൊക്കെ കളഞ്ഞ് ഒന്നുകൂടെ ക്ലീനാക്കി കഴുകി നന്നായിട്ട് മൺചട്ടിയിലിട്ട് ഒരച്ച് പരമാവധി വെളുപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത്രയും തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് 2 ടൈപ്പ് മീൻ വറുത്താണ് ഉള്ളത്. ഒന്ന് കരിമീനും പിന്നെ അല്ലാത്ത മുള്ളൻ കുറിച്ച് കേട്ടോ. ഇനിയിപ്പം മുള്ളൻ നമുക്ക് വൈകിട്ടെടുക്കാം, ഉച്ചയ്ക്ക് ചോറിന് നമുക്ക് കരിമീൻ കൂട്ടി കഴിക്കാം കേട്ടോ. കുഞ്ഞ് കരിമീനായിരുന്നു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു ട്രിപ്പ് നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ഒടിച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഒരു തവണ കൊണ്ടുവന്നപ്പം നല്ല മുഴുത്ത കരിമീനായിരുന്നു, പക്ഷേ അതിനൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ചുമ്മാ അങ്ങനെ തിന്നാന്ന് മാത്രമുള്ളായിരുന്നു. അപ്പം അങ്ങനെ ആ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പതുക്കെ പോയി കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഓടിപ്പോയി കുളിച്ചു. പിന്നെ ആ കുളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാത്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി പുൽത്തൈലൊക്കെ ഇട്ട് അങ്ങനെ വീട് മൊത്തം അടിച്ച് തുടച്ച് കുളിച്ച് എല്ലാം വെച്ച് എല്ലാം റെഡിയാക്കി വന്നപ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും അപ്പായും മക്കളും കൂടെ മാങ്ങാപ്പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും ഒത്തിന്ന് കയറ്റ് വാരി കുറച്ചൊക്കെ തിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.